ഹലോ എല്ലാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആയിട്ട് വന്നത് അൺബോക്സിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതും OnePlus 7T. അപ്പോൾ നമ്മുടെ കയ്യിൽ സാധനമുണ്ട്. ഇതാണ് ഒരു റെഡ് ബോക്സ്, ഭയങ്കര ലോങ് ആണിത്. ബോക്സ് തന്നെ ഭയങ്കര ഇമ്പ്രസ്ഡ് ആണ്. ഇതിൻ്റെ കോഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഇമ്പ്രസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ അൺബോക്സ് ചെയ്തിട്ട് കാണാം. ബാക്കി സ്പെസിഫിക്കേഷനും ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ്. അപ്പോൾ വീഡിയോ എടുക്കാനുള്ള പ്ലാനിൽ ഒന്നുകൂടി ചെയ്യാന്നുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അവിടെ ഡോക്യുമെൻറ്റേഷനും കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ സിം രജിസ്ട്രേഷൻ ടൂളും വാറണ്ടി പേപ്പേഴ്സും യൂസർ മാനുവലും പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഫോൺ കയ്യിലെടുക്കാം. OnePlus 7T 2020 വോർത്തിട്ടാണെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി വോർത്തിട്ടാണ്. എൻ്റെ ഫ്രണ്ട് 1 ഇയർ യൂസ് ചെയ്യുന്നുണ്ട്. നല്ല ഫീഡ്ബാക്കും സജഷനും കാര്യങ്ങളൊക്കെയാണ് കിട്ടിയത്. പിന്നെ നല്ല സൂപ്പർ ലൈറ്റ് വെയ്റ്റ് ആൻഡ് ഹാൻഡി ആയിട്ടുള്ള ഫോണാണ്. ആ സൈഡും കാര്യങ്ങളൊക്കെ നല്ല മോൾഡ് ചെയ്ത് നല്ലൊരു ഹോൾഡ് ചെയ്യാനുള്ള പക്ക രൂപത്തിൽ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണെങ്കിലും നല്ലൊരു ഹോൾഡ് ചെയ്യാൻ പറ്റും. പിന്നെ അവിടെ സി പോർട്ട് ടൈപ്പ് ഉണ്ട്, ഡോൾബി സ്പീക്കേഴ്സ്, സിം പോർട്ട്. ടോപ്പിലായി നമുക്ക് കാണാൻ കഴിയും നോയിസ് ക്യാൻസലേഷനും. ആമസോണിൽ ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്കിതിൻ്റെ റെൻഡേഴ്സും കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെട്ടിരുന്നില്ല. പിന്നെ കയ്യിൽ കിട്ടിയപ്പോൾ റിയലായിട്ട് കിട്ടിയപ്പോൾ അടിപൊളി, എന്താ പറയല്ലേ, സൂപ്പർ ഹാൻഡി ഫീൽ തന്നെയാണ്. ഇതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ നോയിസ് ടൈപ്പ് ആണെങ്കിലും പിന്നെ അവിടെ തന്നെ വേറെ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സൂപ്പർ ലൈറ്റ് ഫോണാന്ന് തന്നെ പറയാം. അടിപൊളി ഫോൺ. പിന്നെ ഇതിൻ്റെ അടുത്ത് പറയാനുള്ളത് ഫിംഗർ പ്രിൻറ്റിൻ്റെ റെക്കഗ്നൈസേഷൻ ഫാസ്റ്റാണ്. 7 പ്രോനേക്കാളും വളരെയധികം ഫാസ്റ്റായിട്ടാണ് വർക്ക് ചെയ്യണത്. മറ്റേ 7നെയും 7 പ്രോനെ സംബന്ധിച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ഫാസ്റ്റായി വർക്ക് ചെയ്യുന്നുണ്ട്. പല സ്മാർട്ട് ഫോൺസും ഇപ്പോൾ Android 10 വേർഷൻസിലാണ് ഇറങ്ങിയത് പോലും ഇത് വേൾഡ് ഫാസ്റ്റ് സ്മാർട്ട് ഫോണാണ് വിത്ത് Android 10 ഓക്സിജൻ OS. ഫ്യൂച്ചറിൽ എന്തായാലും ഫുൾ കംപ്ലീഷൻ ആവും അതിൻ്റെ പ്രോഗ്രഷൻ. അപ്പോൾ എന്താ ചെയ്യുക, ഇങ്ങനൊരു ഇൻ്റർഫേസ് ആണ് നമുക്ക് Android 10 എന്നുള്ള ഒരു ഇൻ്റർഫേസ്. പിന്നെ ഇത് സ്നാപ്ഡ്രാഗൺ 855+ ആണ്. ഇതിൻ്റെ സ്റ്റോറേജ് വരുന്നത് 8GB + 256GB. ഏറ്റവും ബെറ്റർ 256GB മേടിക്കുന്നതാണ്. കാരണം 128 മേടിച്ചാൽ പെട്ടെന്ന് മെമ്മറി ഫുള്ളാവും. പിന്നെ നമ്മളൊരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഇൻ്റൽ സ്റ്റോറേജോ ഒപ്പം കൊണ്ട് നടക്കേണ്ടി വരും. അപ്പോൾ അതിനും ബെറ്റർ 256GB മേടിക്കുന്നതാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ സൈസ് വരുന്നത് 6.5 ഇഞ്ച് ഡിസ്പ്ലേ ആണ്. പിന്നെ എടുത്ത് പറയാനുള്ള ഇത് പറഞ്ഞാൽ 90 Hz ഫ്ലൂയിഡ് AMOLED ഡിസ്പ്ലേ ആണ്. അത് ഇതിൽ മാനുവലി സെറ്റ് ചെയ്യുക 60 Hz 90 Hz. 90 Hz പറഞ്ഞത് വളരെ അടിപൊളി ക്രിസ്പ് ആൻഡ് സ്മൂത്താണ്. ഇതിൻ്റെ ഭയങ്കര ഫാസ്റ്റായിട്ട് നമുക്ക് സ്വൈപ്പ് ചെയ്ത് ഒക്കെ ചെയ്യാം, അത്രയും സ്മൂത്താണ്. പിന്നെ ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞത് 3800 mAh ആണ്. അപ്പോൾ 7 പ്രോനേക്കാളും ഒരു 100 mAh കൂടുതലാണ്. അടുത്ത ഇതിൻ്റെ ക്യാമറ വരുന്നത് 48 MP, 16 MP, 12 MP. പിന്നെ നല്ലൊരു രീതിയിലുള്ള ഫ്ലാഷ് ലൈറ്റും. അടുത്തതായി ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ 16 MP. ഇത് 7 പ്രോയിലും 7ലും കാണുന്ന അതേ ക്ലാരിറ്റി ഉള്ളൊരു സെൽഫി ക്യാമറ ആണ്. പിന്നെ ഇതിൽ തന്നെ സിലിക്ക കേസ് ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള സിലിക്ക കേസാണ്. പിന്നെ ഒരു C ടൈപ്പ് കേബിൾ വരുന്നുണ്ട്. പിന്നെ 30W ചാർജർ ടോപ്പും വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ഫാസ്റ്റ് ചാർജിങ് ആയിട്ടുള്ളൊരു വാപ്പ് ചാർജർ എന്നുള്ള ടൈപ്പിലാണ് വരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അത്ര ഡീറ്റെയിൽഡ് റിവ്യൂ ഒന്നുമല്ല, പക്ഷെ എന്നാലും ഞാൻ എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്തു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് പിന്നെ ലൈക്ക്, ഷെയർ, സപ്പോർട്ട്. അപ്പോൾ ഓക്കെ, ബൈ.